2020 ചീഫ് സാബു എം ജേക്കബ് NDA മുന്നണിയുടെ ഭാഗമായതോടെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുകയാണ്. നിലവിലുള്ള രാഷ്ട്രീയ മുന്നണികൾക്കെല്ലാം ബദലായിട്ടാണ് 2020 രൂപീകരിച്ചതെന്നും ഒരു കാലത്തും ഇടത് വലത് BJP മുന്നണികളുമായി സഖ്യത്തിനില്ലെന്നും ആവർത്തിച്ച് പ്രഖ്യാപിച്ച വ്യക്തിയാണ് സാബു ജേക്കബ്. തങ്ങൾ ആരുടെയും വാലാകില്ലെന്നും ജനങ്ങൾക്കൊപ്പം സ്വതന്ത്രമായ പ്രസ്ഥാനമായി തുടരുമെന്നും ഉറപ്പു നൽകിയാണ് 2020 എന്ന പാർട്ടിക്ക് സാബു എം ജേക്കബ് തുടക്കം കുറിച്ചത്. എന്നാൽ ഇപ്പോൾ സ്വന്തം നിലപാടുകൾ പണയം വെച്ച് BJP പാളയത്തിലേക്ക് ചേക്കേറിയ അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ നീക്കം രാഷ്ട്രീയ ലാഭത്തെക്കാളുപരി അദ്ദേഹത്തിന്റെ വ്യവസായമായ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള ഒരു കച്ചവട തന്ത്രമായാണ് കാണുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് താൽപര്യങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന BJP ഭരണകൂടവുമായി കൈകോർക്കുന്നതിലൂടെ കിറ്റെക്സിന്റെ ഭാവി സുരക്ഷിതമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. സാബു ജേക്കബിന്റെയും BJPയുടെയും പ്രവർത്തന ശൈലി ഒരേ അച്ചിൽ വാർത്ത പോലെ ഉണ്ടെന്ന അഭിപ്രായവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാബുവിന്റെ മുന്നണി മാറ്റത്തിൽ അതിശയിക്കാനില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജനാധിപത്യപരമായ ചർച്ചകളെക്കാൾ ഉപരിയായി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രീതിയാണ് 2020 എന്ന പ്രസ്ഥാനത്തിനുള്ളത്. അതിന്റെ പ്രസിഡന്റും തീരുമാനങ്ങൾ എടുക്കുന്ന ഒരേ ഒരു വ്യക്തിയും സാബു ജേക്കബ് തന്നെയാണ്. സമാനമായ കേന്ദ്രീകൃത ഭരണശൈലി പിന്തുടരുന്ന BJPയുമായി അദ്ദേഹം ചേർന്ന് നിൽക്കുന്നത് സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻപ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭരണത്തെ കേരളത്തെക്കാൾ മികച്ചതെന്ന് അദ്ദേഹം പുകഴ്ത്തിയത് ഈ താൽപര്യത്തിന്റെ ആദ്യ സൂചനയായിരുന്നു. ഈ സഖ്യത്തിന് പിന്നാലെ പ്രധാന ബിസിനസ് താൽപര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. ഇതോടൊപ്പം ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടുന്നത് കിറ്റെക്സ് ഗ്രൂപ്പിന് നേരെ ഉയർന്നിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളാണ്. വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കമ്പനിക്കെതിരെ അന്വേഷണം നടത്തിവരികയാണ്. ഇതിനു പുറമെ കമ്പനിയുടെ CSR ഫണ്ട് ചട്ടവിരുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും 2020 പാർട്ടിയുടെ പ്രചാരണങ്ങൾക്കുമായി വകമാറ്റി ചിലവഴിച്ചു എന്ന പരാതിയിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങളിൽ നിന്ന് തന്റെ വ്യവസായ സാമ്രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ കവചമായാണ് സാബു ജേക്കബ് ഈ NDA സഖ്യത്തെ ഉപയോഗിക്കുന്നത് എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. കേന്ദ്ര ഭരണകൂടവുമായി രാഷ്ട്രീയമായി ഒത്തുതീർപ്പിലെത്തുന്നതിലൂടെ ഈ അന്വേഷണങ്ങളെ മരവിപ്പിക്കാനും നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള തന്ത്രമാണിതെന്ന് രാഷ്ട്രീയ എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ നിയമപരമായ പരിശോധനകളിൽ നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കർശന നിലപാടുകളിൽ നിന്നും രക്ഷപ്പെടാനാണ് കിഴക്കമ്പലത്ത് 2020 എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സാബു ഭരണം നേടിയെടുത്തത്. എന്നാൽ കേരളത്തിൽ ഇനിയും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും വൻകിട വ്യവസായം വിപുലീകരിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സഹായം ആവശ്യമാണെന്നുമുള്ള തിരിച്ചറിവിലാണ് ഇപ്പോഴുള്ള കളം മാറ്റി ചവിട്ടൽ. നിലവിൽ തെലങ്കാനയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള കിറ്റെക്സിന് അവിടെ BJPയുടെ രാഷ്ട്രീയ വളർച്ച ഗുണകരമാകും എന്ന കണക്കുകൂട്ടലുണ്ട്. കൂടാതെ ആന്ധ്രാപ്രദേശിലെ NDA സർക്കാരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ BJP ഭരണകൂടങ്ങളും അദ്ദേഹത്തിന് വ്യവസായം വിപുലീകരിക്കാൻ ചുവപ്പ് പരവതാനി വിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ച് 2020യുടെ വരവ് വലിയ നേട്ടമായി അവർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും വസ്തുതകൾ മറിച്ചാണ്. സാബുവിന്റെ പുതിയ നീക്കത്തോടെ 2020 വഴി ക്രിസ്ത്യൻ വോട്ടുകൾ NDAയിലേക്ക് ഒഴുകും എന്ന പ്രചാരണം ഇപ്പോൾ ശക്തമാണ്. എന്നാൽ കൃത്യമായി വിഷയത്തെ വിശകലനം ചെയ്യുകയാണെങ്കിൽ ചിത്രം മറ്റൊന്നാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ 2020ക്ക് ആകെ സ്വാധീനമുള്ളത് എറണാകുളം ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ മാത്രമാണ്. തിരുവനന്തപുരത്തോ മലപ്പുറത്തോ കാസർഗോഡോ 2020ക്ക് ഒരു വോട്ട് പോലും BJPക്ക് വാങ്ങി നൽകാൻ കഴിയില്ല. കൂടാതെ മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJP സ്വീകരിച്ച നിലപാടുകൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാബു ജേക്കബിനെ മുൻനിർത്തി ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാമെന്നത് BJPയുടെ വെറും ദിവാസ്വപ്നം മാത്രമാണ്. 2020 എന്ന പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. അഴിമതിക്കെതിരെയും പരമ്പരാഗത രാഷ്ട്രീയ രീതികൾക്കെതിരെയും പോരാടാൻ ഇറങ്ങിത്തിരിച്ച പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ ഈ ലയനത്തെ ഉൾക്കൊണ്ടിട്ടില്ല. പാർട്ടിക്കുള്ളിൽ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പല പ്രമുഖ നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുകയാണ്. സാബു ജേക്കബ് തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി പാർട്ടിയുടെ അസ്തിത്വം BJPക്ക് പണയം വെച്ചു എന്ന വികാരമാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. ചുരുക്കത്തിൽ ഈ ലയനം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് സാബു ജേക്കബ് എന്ന വ്യവസായിയാണ്.
അദ്ദേഹത്തിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തന്റെ കമ്പനികൾക്ക് ആവശ്യമായ ലൈസൻസുകളും ക്ലിയറൻസുകളും കേന്ദ്ര ഭരണത്തിന്റെ സ്വാധീനത്തിൽ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി ഇതോടെ കേരളത്തിൽ അപ്രസക്തമാവുകയും അതിന്റെ പതനം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായിയെ ഒപ്പം കൂട്ടി എന്നതിനപ്പുറം കേരളത്തിലെ വോട്ട് വിഹിതത്തിൽ വലിയ വിപ്ലവമൊന്നും സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കില്ല. സാബു ജേക്കബിന്റെ ഈ നീക്കം രാഷ്ട്രീയ പരീക്ഷണങ്ങളെക്കാൾ ഉപരിയായി കിറ്റക്സിന്റെ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒന്നായി മാത്രമേ വിലയിരുത്തപ്പെടൂ.